ഇവിടെ നിന്ന് വിജയിച്ചതിന് ശേഷം അങ്ങ് ഡൽഹിയിലേക്ക് അവർ വണ്ടി കയറിയപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി വിടാതെ പിന്തുടരുന്നുണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ പറയുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നോട്ടത്തില് ഈ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ പൂർണ്ണമായിട്ടും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് 5 വർഷം സുഖമായിട്ട് ആ കസേരയിൽ ഇരിക്കാമെന്നുള്ള വ്യാമോഹം രാഹുൽ ഗാന്ധിയുടെ പെങ്ങള് ശ്രീമതി പ്രിയങ്ക വദ്രയ്ക്ക് വേണ്ട എന്ന് ഞങ്ങൾ എടുത്തു പറയുകയാണ്. അതിനുള്ള കരുനീക്കങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. നമസ്കാരം. വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുകയാണോ എന്ന ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുകയാണ്. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീമതി നവ്യ ഹരിദാസിന്റെ വാക്കുകളാണ് ഇത്തരത്തിൽ ഈ ചർച്ച ചൂടുപിടിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിനിടെയായിരുന്നു ഇത്തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വയനാട് കളമൊരുങ്ങേണ്ടി വരുമെന്ന മട്ടിൽ നവ്യ ഹരിദാസ് സംസാരിച്ചത്. എന്താണ് നവ്യ ഹരിദാസ് ഇത്തരത്തിൽ സംസാരിക്കാനിടയായ സാഹചര്യം എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വാക്കുകളാണ്. ഇപ്പൊ ചേച്ചി പറയുന്നുണ്ട് വയനാട്ടിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. എന്താണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും ഉണ്ടാവും? തീർച്ചയായിട്ടും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടെ വയനാട് മണ്ഡലം സാക്ഷ്യം വഹിക്കേണ്ട ഒരു സാഹചര്യം ആസന്നമാവുകയാണ്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക വാദ്ര മത്സരിച്ചിരുന്ന സമയത്ത് സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ നോമിനേഷൻ പേപ്പേഴ്സ് ഫയൽ ചെയ്തിട്ടുള്ളത്. കോടിക്കണക്കിന് ആസ്തിയുടെ വിവരങ്ങൾ, അത് അവരുടേതും അവരുടെ ഭർത്താവിൻ്റെയും സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നോമിനേഷൻ ഫയൽ ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷൻ അവർ നേരിട്ടിട്ടുള്ളത്. അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഹൈക്കോടതിയിൽ ഞാൻ തന്നെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഡോക്യുമെന്ററി കളക്ഷൻസും എല്ലാ ഡേറ്റ കളക്ഷൻസും ഒക്കെ വരുന്നത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. അമിത്ഷാജിയും നരേന്ദ്രമോദിജിയും ഒക്കെ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ തന്നെയുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വം അങ്ങനെ പ്രിയങ്ക വദ്രയെ വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ല. ഒരിക്കലും ഇല്ല. കാരണം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ, തീർത്തും ജനാധിപത്യ രീതിയിലായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്ന രീതി എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇത് എല്ലാ വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട്, അവര് കേസിന്റെ വിവരങ്ങൾ അടക്കം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ആ ഒരു അധികാര സ്ഥാനത്ത് MP എന്നുള്ള നിലയിൽ തുടരാനുള്ള അവകാശം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് BJP ഇത്തരത്തിലുള്ള ഒരു മൂവിന് തയ്യാറെടുക്കുന്നത്. അതേസമയം വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു MP എന്നുള്ള നിലയിൽ ഇപ്പം വയനാട്ടിൽ നിരന്തരമായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജനങ്ങൾ മരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു MP എന്നുള്ള നിലയിൽ പ്രിയങ്കയുടെ പ്രകടനത്തിൽ വയനാട്ടിലെ ജനങ്ങൾ തൃപ്തരാണ്? ഒരിക്കലുമല്ല. കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വീഡിയോ അടക്കം അവിടെ പൂതാടി പഞ്ചായത്തിൽ ഒരു പ്രതിഷേധ മാർച്ച്, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൂതാടി പഞ്ചായത്തിൽ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഉണരുന്നൊരു വികാരം എന്ന് പറയുന്നത്, മത്സരം കഴിഞ്ഞു, പ്രിയങ്ക വാദ്ര MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അതിനുശേഷം അവർ ഡൽഹിയിലേക്ക് പോയി എന്നതിലുപരിയായിട്ട് പിന്നീട് വയനാട് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു തക്കതായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ വയനാട്ടിൽ വന്നുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളുടെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയാനുള്ള ഒരു പരിശ്രമം പോലും MP യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മുമ്പ് രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് ഇതേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രളയമൊക്കെ ഉണ്ടായ സമയത്തും. അപ്പം ഇത്തരത്തിൽ മുകളിൽ നിന്ന് നേതാക്കളെ കെട്ടിയിറക്കുന്ന ഒരു സമീപനം വയനാട്ടിലെ ജനങ്ങൾ ഇനിയും അത് അംഗീകരിക്കും തോന്നുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് വരും എന്ന് പറഞ്ഞ പ്രകടന പത്രികയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കാര്യങ്ങളും നിറവേറ്റാതെയാണ് 5 വർഷം കഴിഞ്ഞ് പടിയിറങ്ങിയത്. വീണ്ടും തന്റെ സഹോദരി മത്സരിക്കുന്ന സമയത്ത് അതേ കാര്യങ്ങൾ തന്നെ പ്രകടന പത്രികയിൽ അടിച്ചിറക്കുകയും, എന്നാൽ വയനാട്ടിലുള്ള ജനങ്ങൾ വീണ്ടും കബളിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് അധിക നാൾ തുടരാൻ നിർവാഹമില്ല. എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രതിഷേധമായിട്ട് തന്നെ ഇനി വരുന്ന ആളുകളിൽ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലാണ് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ തന്റെ സ്വത്ത് വിവരങ്ങൾ
സമർപ്പിച്ചതിൽ അപാകതയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നവ്യ ഹരിദാസും BJPയും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു. മാത്രവുമല്ല, ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അതിനാൽ തന്നെ ഇതിൽ തങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നുമാണ് നവ്യ ഹരിദാസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി വയനാട് നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു MP എന്നുള്ള നിലയിൽ പ്രിയങ്കയുടെ പ്രകടനത്തിൽ വയനാട്ടിലെ ജനങ്ങൾ തൃപ്തരല്ല എന്നുള്ള ഒരു പരാതി കൂടി ഇത്തരത്തിൽ നവ്യ ഹരിദാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.